ഇന്നത്തെ വീഡിയോ ഞാൻ ഇതേപോലെയുള്ള ഒരു സ്കാർഫാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷയും ചെയിൻ സ്റ്റിച്ചും മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സ്കാർഫ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട്. വൂളൻ യാണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഹുക്ക് 3 mm ഹുക്ക്. ആദ്യം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കണം. ഈ യാൺ വിരലും ഇങ്ങനെ ചുറ്റും, അപ്പോൾ റൗണ്ട് കിട്ടും. ഹുക്ക് റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി യാൺ അടക്കം അങ്ങോട്ട് എടുക്കുക. സ്ലിപ്പ് നോട്ടായി. ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഹുക്ക് ഈ യാൺ അടക്കം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടത്തുക. കണ്ടോ, ഒരു ചെയിനായി. ചെയിൻ ചെയ്തു. ഇനി ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷേ ചെയ്യും. ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ കടത്തി യാണടക്കം 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. ഒരു ഡബിൾ ക്രോഷേ. വീണ്ടും ഈ ചെയിനിലും ഈ ഫസ്റ്റ് ലൂപ്പിലാണ് ചെയ്യുന്നത്. വീണ്ടും ഈ ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്യും. അങ്ങനെ എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. അത് ഹുക്ക് ഈ ഫ്രണ്ടിലെ ഈ ലൂപ്പിൽ കൂടെ കടത്തിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അറ്റം വരെ, ഈ അറ്റത്തെ ചെയിനിൽ വരെ ഡബിൾ ക്രോഷേ ചെയ്യണം. ഈ 2 ചെയിനിലും കൂടെ ഡബിൾ ക്രോഷേ ചെയ്യും. ഈ ലാസ്റ്റ് ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്യും. പിന്നെ 3 ചെയിൻ ചെയ്യാം. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ച് പിടിക്കുക. ഇനി ഈ ഡബിൾ ക്രോഷേ ചെയ്തില്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ ലൂപ്പ്, ഫ്രണ്ടിലെ ലൂപ്പ്, ഈ 2 ലൂപ്പില്ലേ, ഇതിൽ ഈ ഫ്രണ്ടിലെ ഈ ലൂപ്പിൽ കൂടെയാണ് ഹുക്ക് കടത്തി ഞാനെടുത്ത് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്. കണ്ടോ, ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. അടുത്ത ഡബിൾ ക്രോഷയുടെ മുകളിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഹുക്ക് ഫ്രണ്ടിലെ ലൂപ്പിൽ കൂടെ ഇങ്ങനെ കടത്തി ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ 3 ഡബിൾ ക്രോഷേ, അതായത് 3 ചെയിൻ 2 ഡബിൾ ക്രോഷേ. ഇനി 2 ചെയിൻ ചെയ്യും. ഇനി ഈ 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്യുക. 3ാമത്തേലാണ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷേയിൽ ഈ ഫ്രണ്ടിലെ ഈ ലൂപ്പിൽ ഹുക്ക് കടത്തി ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ഡബിൾ ക്രോഷയുടെ മുകളിലും ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 2 ചെയിൻ ചെയ്യാം. പിന്നെ 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷയുടെ മുകളിലെ ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ഡബിൾ ക്രോഷയുടെ മുകളിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. പിന്നെ വീണ്ടും 2 ചെയിൻ ചെയ്യാം. 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷയുടെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. വൺ ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ. പിന്നെ 2 ചെയിൻ ചെയ്യാം. 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷയുടെ അവിടെ ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്തതിലും ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 2 ചെയിൻ ചെയ്യാം. 2 ഡബിൾ ക്രോഷേ വിട്ടിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷേയിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ അറ്റം വരെ ചെയ്യാം. 2 ചെയിൻ ചെയ്യാം. 2 ഡബിൾ ക്രോഷേ വിട്ടിട്ട് 3ാമത്തേൽ ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ ഫ്രണ്ടിൽ ലൂപ്പിൽ കൂടെ ഹുക്ക് കടത്തിയിട്ട് ഡബിൾ ക്രോഷേ. അടുത്ത ചെയിനിലും ഡബിൾ ക്രോഷേ. ഈ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ മുകളിൽ തന്നെ ആ ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം.
അതായത് ഇവിടെ ഫസ്റ്റ് 3 ഡബിൾ ക്രോഷേ, പിന്നെ 2 ചെയിൻ സ്റ്റിച്ച്, 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ ഡബിൾ ക്രോഷേ, പിന്നെ ഈ അറ്റത്തും 3 ഡബിൾ ക്രോഷേ ചെയ്യാം, പിന്നെ 3 ചെയിൻ ചെയ്യാം. ഇങ്ങോട്ട് തിരിച്ച് പിടിക്കുക. ഈ ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. അത് ഹുക്ക് ഫ്രണ്ടിലെ ലൂപ്പിൽ കൂടെ കടത്തിയിട്ട് വേണം ചെയ്യാൻ. വേണ്ട ഒരു ഡിസൈൻ പോലെ വരുന്നത്. ഡബിൾ ക്രോഷേ ചെയ്യാം. ഇവിടെയും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഒരു 2 ഡബിൾ ക്രോഷയും 3 ചെയിൻ സ്റ്റിച്ചും, അതായത് 3 ഡബിൾ ക്രോഷേ, പിന്നെ 2 ചെയിൻ ചെയ്യാം. പിന്നെ വീണ്ടും ഈ ഡബിൾ ക്രോഷയുടെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. ഇവിടെയും ഡബിൾ ക്രോഷേ ചെയ്യാം. 2 ചെയിൻ ചെയ്യാം. ഇനി 2 ഡബിൾ ക്രോഷയുടെ മുകളിലും ഒരേ ഡബിൾ ക്രോഷേ ചെയ്യാം. പിന്നെ 2 ചെയിൻ ചെയ്യാം. പിന്നെ ഈ ഡബിൾ ക്രോഷയുടെ മുകളിൽ 2 ഡബിൾ ക്രോഷേ, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2 ചെയിൻ, പിന്നെ 3 ഡബിൾ ക്രോഷേ. 2 ചെയിൻ ചെയ്യാം. പിന്നെ ഈ ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. 3 ഡബിൾ ക്രോഷേ ചെയ്യണം. 1 2 3. അത് ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. പിന്നെ 3 ചെയിൻ ചെയ്യാം. പിന്നെ ഇതിങ്ങോട്ട് തിരിച്ച് പിടിക്കുക. കണ്ടോ, ഇതൊരു ഡിസൈൻ പോലെ വരുന്നത്. ഇനി ഈ ഡബിൾ ക്രോഷയുടെ മുകളിലും ഡബിൾ ക്രോഷേ ചെയ്യാം. ഇവിടെയും ഡബിൾ ക്രോഷേ ചെയ്യാം. അതായത് 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, പിന്നെ 2 ചെയിൻ ചെയ്യാം. പിന്നെ ഈ ഡബിൾ ക്രോഷയുടെ മുകളിലും ഡബിൾ ക്രോഷേ ചെയ്യാം. ഇവിടെയും ഡബിൾ ക്രോഷേ. ഈ ഫ്രണ്ടിലെ ലൂപ്പിൽ കൂടെയാണ് ഹുക്ക് കടത്തി ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. പിന്നെ 2 ചെയിൻ, പിന്നെ ഇവിടെ 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷയോടെ ചെയ്യാം. കണ്ടോ, പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്ന്. ഇനി ഇതിവിടെ 2 ചെയിൻ, പിന്നെ ഈ ഡബിൾ ക്രോഷയുടെ മുകളിലും 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ല, അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ചെയിനിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് 3 ചെയിൻ ചെയ്യുക. അങ്ങോട്ട് തിരിച്ച് പിടിക്കുക. വീണ്ടും ഈ സെയിം പാറ്റേൺ 2 ഡബിൾ ക്രോഷയോടെ ചെയ്യാം. പിന്നെ 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, ഇങ്ങനെ ഈ അറ്റം വരെ. ഈ അറ്റത്ത് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. പിന്നെ ഈ ഫ്രണ്ടിലെ ലൂപ്പിൽ കൂടെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, ഒരു വര പോലെ വരുന്നുണ്ട്, ഡിസൈൻ പോലെ അങ്ങനെ കിട്ടും. കണ്ടോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എത്ര നീളം വീതി വേണോ അതനുസരിച്ച് നീളം വീതിയും കൂട്ടി ചെയ്യാം. ഇത്ര നീളത്തിൽ ചെയ്തു. ഇനി ഇവിടെ ഡബിൾ ക്രോഷേ ചെയ്യണം. എല്ലാ ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്ത് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഇതിൻ്റെ ഓരോ ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്യാം. ഇതുണ്ട്, ഈ ലൂപ്പിൽ ഹുക്ക് കടത്തി ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ. ഇനി ഈ അറ്റം വരെ എല്ലാ ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്യും. ഇനി ടസൽസ് പിടിപ്പിക്കാം. ഇതിൽ നിന്ന് 4 പീസ് എടുക്കുക. ഇത് കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ ചെറിയ ബുക്കിലോ എങ്ങനെയും ചുറ്റിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഞാൻ 2-3 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചുറ്റുന്നത് കാണിക്കാത്തത്. ഇനി ഇതുമ്മ പിടിപ്പിക്കാം. ഫസ്റ്റ് ഈ അറ്റത്ത് തന്നെ പിടിപ്പിക്കാം. ഇതിങ്ങനെ ഹുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ആണ് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് എടുക്കുക. കണ്ടോ, അങ്ങനെ കിട്ടി.
ഇത് ഒപ്പാക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടത്തി വെച്ച് ഇതൊന്ന് ടൈറ്റാക്കുക. എന്നിട്ട് ഈ സൈഡുകൾ ഒരേ നൂലും അറ്റം വലിച്ച് ഒപ്പാക്കുക. എന്നിട്ട് അധികം വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് അതിനെ പിടിപ്പിക്കാം. ഒപ്പാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ടൈറ്റായിട്ട് വലിച്ച് എന്നിട്ട് ഇതിൻ്റെ ഒരേ അറ്റം ഇങ്ങനെ പിടിച്ച് ഒന്നും കൂടി ടൈറ്റാക്കുക. അങ്ങനെ ടസൽസ് പിടിപ്പിച്ചു. ഇനി ഒപ്പം വെട്ടി കറക്റ്റ് ആക്കുക. ഞാൻ വെട്ടിയിട്ട് അത്ര കറക്റ്റൊന്നും ആയിട്ടില്ല. നിങ്ങൾ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാം. ഇതേപോലെ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കാർഫോ ഷാളോ ഒക്കെ ആയിട്ട് വേറൊരു ഡിസൈനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.